കണ്ണൂർ കൊളവല്ലൂരിൽ തെരുവ് നായയെ കണ്ട് ഭയന്നോടിയ 9 വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു. തൂവക്കുന്നിലെ മുഹമ്മദ് ഫസലാണ് മരിച്ചത്. സമീപത്തെ വീടിന്റെ ആൾമറയില്ലാത്ത കിണറ്റിലേക്കാണ് കുട്ടി വീണത്. കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കിണറ്റിൽ വീണ് കിടക്കുന്നതായി കണ്ടത്. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, അതിദാരുണമായ ഒരു സംഭവം എപ്പോഴാണ് ഉണ്ടായത്? വിവരങ്ങൾ. രജനി, വൈകിട്ടോടു കൂടിയാണ് ഇത്തരമൊരു സംഭവം നടന്നത്. തെരുവുനായയെ കണ്ട് ഭയന്നോടിയ കുട്ടി കിണറ്റിൽ വീഴുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വൈകിട്ട് കൂട്ടുകാരുമൊത്ത് ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നു ഫസൽ ഉൾപ്പെടെയുള്ളവർ. ഈ സമയത്താണ് തെരുവുനായ ഈ കളിക്കുന്ന ഗ്രൗണ്ടിലേക്ക് കയറി വരുന്നത് കണ്ടത്. തുടർന്ന് കളിക്കുകയായിരുന്ന കുട്ടികളൊക്കെ തന്നെ നാലുപാടും ചിതറി ഓടുകയായിരുന്നു. ഇതിനിടയിൽ ഫസൽ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്കാണ് ഓടിക്കയറിയത്. തുടർന്ന് തെരുവുനായ പോവുകയും ഈ ആളുകളൊക്കെ തന്നെ അവിടെ പിരിഞ്ഞു പോവുകയും ചെയ്തു. ഫസലിനെ പിന്നീട് കാണാതെ ആവുന്ന ഒരു സാഹചര്യമായി. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ഇത്തരത്തിൽ ഈ ആൾമറയില്ലാത്ത കിണറ്റിൽ മരിച്ച നിലയിൽ ഫസലിനെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും കുട്ടിയെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണപ്പെടുകയായിരുന്നു. ഇപ്പോൾ ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. രജനി, മിഥുൻ, ഇതിന് മുൻപും കണ്ണൂരിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ തെരുവുനായയെ കണ്ട് ഭയന്നോടുകയും തെരുവുനായ ആക്രമണത്തിൽ കുഞ്ഞുങ്ങളടക്കം മരിക്കുകയും ചെയ്ത സംഭവം. ഇതിന് ഒരു അറുതിയില്ലാതെ വരികയാണ് വീണ്ടും വീണ്ടും. തീർച്ചയായും ഈ പ്രദേശത്തും ഈ കൊളവല്ലൂർ ഭാഗത്ത് ഇതുപോലെ തന്നെ നേരത്തെയും തെരുവുനായ ശല്യമൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഭാഗത്ത് തെരുവുനായ ശല്യമുണ്ടെന്ന് നാട്ടുകാർ പരാതിപ്പെടുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരമൊരു ദാരുണമായ സംഭവം ആ പ്രദേശത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കളിക്കുന്ന കുട്ടികൾക്കിടയിലേക്കാണ് ഈ തെരുവുനായ ഓടിയെത്തിയത്. നായയെ കണ്ട് കുട്ടികളൊക്കെ തന്നെ ചിതറി ഓടുന്നൊരു സാഹചര്യം തന്നെയായിരുന്നു. ഇതിനിടയിലാണ് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയ ഓട്ടത്തിനിടയിൽ തൊട്ടപ്പുറത്തെ ഒരു പറമ്പിലെ ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് ഫസൽ എന്ന ഈ 9 വയസ്സുകാരൻ വീഴുകയായിരുന്നു. കൊളവല്ലൂർ ALP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫസൽ. ഏതായാലും നാടിനെ സംബന്ധിച്ച് വലിയൊരു ദാരുണമായ സംഭവം തന്നെയാണ് അല്പസമയം മുമ്പ് ഉണ്ടാക്കിയത്. ഈ ഫസലിനെ കാണാതായതിനെ തുടർന്ന് തെരച്ചിലാണ് ഇത്തരത്തിൽ കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. രജനി, ശരി, എന്തായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് കണ്ണൂരിൽ നിന്നും മിഥുൻ റിപ്പോർട്ട് ചെയ്തത്. കൊളവല്ലൂരിൽ തെരുവുനായയെ കണ്ട് ഭയന്നോടിയ 9 വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു എന്നുള്ളത്. തൂവക്കുന്നിലെ മുഹമ്മദ് ഫസലാണ് മരിച്ചത്. കൂട്ടുകാർ തമ്മിൽ കളിക്കുന്നതിനിടെ ഈ തെരുവുനായ ഓടിക്കയറുകയും പെട്ടെന്ന് ഇവർ ചിതറി ഓടുന്നതിനിടയിലാണ് ഇങ്ങനെ ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് കുട്ടി വീണ് അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അത് ദാരുണമായ ഒരു സംഭവം തന്നെയാണ് കണ്ണൂരിലുണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഒരു അപകടങ്ങൾ, തെരുവുനായ ആക്രമണങ്ങൾ, അതിനെ തുടർന്നുള്ള മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം തെരുവുനായ ആക്രമണങ്ങൾ, മരണങ്ങൾ ഉണ്ടാകുമ്പോഴും സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ABC സെന്ററുകളുടെ പ്രവർത്തനം പോലും പലയിടത്തും നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. വീണ്ടും ഒരു ദാരുണ സംഭവം തന്നെയാണ് ഉണ്ടായത്. ഒരു കുട്ടിക്കാണ്, 9 വയസ്സുകാരനാണ് കണ്ണൂരിൽ ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണത്തെ തുടർന്ന് തെരുവുനായയെ കണ്ട് പേടിച്ചോടി കിണറ്റിൽ വീണ് ദാരുണമായ ഒരു മരണം ഉണ്ടായിരിക്കുന്നത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.